കോഴിക്കോട് വാമി തിരോധാന കേസ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടു. സംസ്ഥാന പോലീസ് മേധാവി ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കി. പ്രത്യേക സംഘം രൂപീകരിച്ച് അന്വേഷിക്കാൻ ക്രൈംബ്രാഞ്ച് എഡിജിപിക്ക് നിർദ്ദേശം. സിബിഐക്ക് വിടണമെന്ന ശുപാർശയ്ക്ക് പിന്നാലെയാണ് ഡിജിപിയുടെ നടപടി. വിവരങ്ങളുമായി വി വിനോദ് ചേരുന്നു. വിനോദ്, ഏത് സാഹചര്യത്തിലാണ് ഇപ്പോൾ കേസ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടിരിക്കുന്നത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? അശ്വതി, കഴിഞ്ഞ ദിവസമാണ് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ഇത് സിബിഐക്ക് വിടണമെന്നുള്ള ശുപാർശ ഡിജിപിക്ക് നൽകിയത്. എന്നാൽ ഇപ്പോൾ ഡിജിപിയുടെ ഉത്തരവുണ്ടായിരിക്കുന്നത് ക്രൈംബ്രാഞ്ചിന് വിട്ടുകൊണ്ടാണ്. പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് മാമി തിരോധാനത്തിൽ അന്വേഷണം നടത്തണമെന്നാണ്. മുഹമ്മദ് ആട്ടൂർ എന്ന മാമിയെ 2023 ഓഗസ്റ്റിലാണ് കാണാതാകുന്നത്. ഇതിന് പിന്നിൽ അദ്ദേഹത്തിന്റെ തിരോധാനത്തിന് പിന്നിൽ സ്വർണ്ണക്കടത്ത് സംഘത്തിന് പങ്കുണ്ടെന്ന ആരോപണമാണ് PV അൻവർ ഉന്നയിച്ചത്. അതുപോലെ തന്നെ മറ്റ് ചില കൊലപാതകങ്ങളെ കുറിച്ചും PV അൻവർ പറഞ്ഞിരുന്നു. ഇതിലെല്ലാം തന്നെ ADGP MR അജിത് കുമാറിന് ബന്ധമുണ്ട് എന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ ഒരു വെളിപ്പെടുത്തൽ ഉണ്ടായത്. മലപ്പുറം SP ആയിരുന്ന സുൽത്താസിനും ഇതേ ബന്ധമുണ്ട്. സുൽത്താസും MR അജിത് കുമാറും ചേർന്ന് നടത്തുന്ന കാര്യങ്ങളാണിത്. കൊലപാതകം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, കൊല പോലും നടത്തുന്നു എന്ന തരത്തിലുള്ള അത്യന്തം ഗുരുതരമായ ആരോപണങ്ങളാണ് നേരത്തെ PV അൻവർ ഉന്നയിച്ചത്. കഴിഞ്ഞ ദിവസം മലപ്പുറം SP ശശിധരനാണ് ഇത് സംബന്ധിച്ച ശുപാർശ DGPക്ക് നൽകിയത്. ഏതായിരുന്നാലും CBIക്ക് വിടാനുള്ള ശുപാർശ മുന്നിലേക്ക് എത്തുമ്പോൾ അത് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് നിർദ്ദേശിച്ചിരിക്കുകയാണ് DGP. പ്രത്യേക സംഘം രൂപീകരിച്ച് ഈ അന്വേഷണം തുടരാനാണ് DGP ഇപ്പോൾ നിർദ്ദേശിച്ചിട്ടുള്ളത്. അശ്വതി, ശരി. മാമി തിരോധാന കേസ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടിരിക്കുകയാണ്. സംസ്ഥാന പോലീസ് മേധാവി ഇത് സംബന്ധിച്ച്